ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വോയിസ് ഓവറിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഈ ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ കുറച്ചധികം പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഞാനിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന്. അതായത് ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ നേരത്ത് ഫ്രിഡ്ജ് നല്ല അഴുക്കായിരുന്നു. ഇതിനകത്ത് കാണുന്നുണ്ടല്ലോ, ഈ ഫ്രീസറിനകത്ത് അതിനകത്തുള്ള ഉറുമ്പുകളാണ്. ഉറുമ്പുകൾ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, ഞാൻ അതിനകത്ത് ഉറുമ്പ് കയറി ശർക്കരയെല്ലാം കൊണ്ടുവച്ച് ഉറുമ്പിനെ കൊന്നിട്ട് പിന്നെ ഞാൻ അത് ശർക്കര എടുത്ത് മാറ്റി വെച്ച്, അങ്ങനെയായിരുന്നു അത് ഉറുമ്പ് വന്നത്. ഫ്രീസായിരിക്കുന്നതുകൊണ്ട് ഉറുമ്പിനെ കളയാനും പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാം. അങ്ങനെ ഞാൻ ഫ്രീസറിൻ്റെ എല്ലാ സാധനം എടുത്ത് മാറ്റി ഫ്രീസറിനകം നല്ലതായിട്ട് തുടച്ചെടുത്തു. ഇത് ഞാൻ തുടയ്ക്കാൻ വേണ്ടി നാരങ്ങയും പിന്നെ നാരങ്ങ നീര് ഒരു വെള്ളത്തിൽ ഒഴിച്ചിട്ട് കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഞാൻ ഫുള്ള് വൃത്തിയാക്കി. മൊത്തം ഞാൻ നല്ലോണം ക്ലീൻ ചെയ്ത് തുടച്ചെടുത്തിട്ട് ഫാൻ ഓണാക്കി ഇട്ടേക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഫാൻ ഓണാക്കി ഫുള്ള് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അനുവദിച്ചു കൊടുത്തു. നല്ല ക്ലീനായി. പിന്നെ അതിനകത്തുണ്ടായിരുന്ന എല്ലാ റാക്സും, അതായത് അതിൻ്റെ ബോക്സുകളെല്ലാം എടുത്ത് ഞാൻ ക്ലീൻ ചെയ്തു. അങ്ങനെ നന്നായിട്ട് നമ്മൾ നല്ല ക്ലീൻ ചെയ്ത് വെച്ചാൽ എപ്പോഴും ഫ്രിഡ്ജ് നല്ലോണം സൂപ്പറായിട്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഫ്രിഡ്ജിനൊരു 5-6-7 വർഷത്തെ പഴക്കമുണ്ട്. പക്ഷേ ഇപ്പോഴും നല്ല കണ്ടീഷനായിട്ട് ഇരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. പിന്നെ സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ നല്ല വൃത്തിക്ക് ഞാൻ എല്ലാം ക്ലീൻ ചെയ്തെടുത്തു ഈ നാരങ്ങ സൊല്യൂഷൻ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോഫി പൗഡർ വയ്ക്കും ഫ്രിഡ്ജിനകത്ത്, സ്മെല്ലൊന്നും ഉണ്ടാവാതിരിക്കാൻ. എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാ സാധനങ്ങളും അടുക്കി പെറുക്കി വെച്ചു. ബാക്കി ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് മാറ്റി. എനിക്ക് മാത്രമാണ്, നമ്മളിനി ഒരു പുതിയ സാധനം വെച്ചാൽ അഥവാ എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാ വെക്കേണ്ടി വന്നാലും അത് വൃത്തിയായിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ ഞാനെല്ലാം അടുക്കി നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട്. കുറച്ചധികം തേങ്ങയുണ്ടായിരുന്നു, അതാണ് ഈ ചിരണ്ടിയെല്ലാം വെച്ചേക്കുന്നത്. ഓക്കെ, താങ്ക് യു.